guys, welcome back to our YouTube channel. Now I am intro പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എബിച്ചേട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാങ്കുളം എന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് വന്നേക്കണേണ്. നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരുമായിട്ട് നമ്മൾ ട്രിപ്പ് വന്നേക്കണേണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ നിങ്ങളും ഉണ്ടാവണം. ഓക്കെ, ബാക്കി കാഴ്ചകൾ പിന്നാലെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കൂടുതൽ വെള്ളമുള്ള സ്ഥലമുണ്ടെന്ന് ഈ ജീപ്പുകാർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുളിച്ചില്ല, വേറെ സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി ഇതേ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലും നേരത്തെ കണ്ട പോലത്തെ ഒരു വെള്ളത്തിൽ കൂടിയാണ് പുഴ ക്രോസിങ് ഉണ്ട് റോട്ടിൽ, അതിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മളവിടെ കുളിക്കാൻ ഇറങ്ങി. കുഴപ്പമില്ല, ഒരു അടിപൊളി സ്ഥലമാണ്, അധികം ആഴമില്ലാത്തൊരു സ്ഥലമാണ്. ഗേൾസ് അപ്പുറത്തെ സൈഡിലാണ് കുളിക്കാൻ ഇറങ്ങിയത്. പിന്നെ ഇവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ പാറക്കെട്ടുകളാണ്, തലയൊക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ സൂക്ഷിക്കേണ്ട ഇടം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനി നമ്മൾ ആനക്കുളത്തേക്കാണ് പോകുന്നത്. അതെ, അവിടെയാണ് ആനകൾ കുളിക്കാൻ വന്ന സ്ഥലം. പിന്നെ നമ്മൾ അവിടെ ഒരു വെള്ളച്ചാട്ടം പോലൊരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അതിനിടയിൽ ഇവിടെ ചായ കുടിക്കാൻ നിർത്തി. അവിടെ ആദ്യം നിർത്താഞ്ഞത് ആനകൾ വന്നത് ഒരു 4 മണിക്ക് ശേഷമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൊള്ളിച്ച് അവിടെ പോയും കൂടി ഒന്ന് കറങ്ങിയിട്ട് ആനകൾ വരുമ്പോഴത്തേക്ക് എത്താലോ എന്ന് പ്ലാനിലാണ് അങ്ങോട്ട് ആദ്യം പോയത്. ഇതാണ് ആ സ്ഥലം. ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം ഉണ്ട്. അപ്പോൾ അവിടെ സേഫായിട്ട് നമുക്ക് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആ ചെക്ക് ഡാമിൻ്റെ ഉള്ളിൽ അവിടെ കുളിക്കാൻ പറ്റും, സേഫാണ്, കുഴപ്പമില്ല, ആഴവും കുറവാണ്. മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. എങ്കിൽ മഴയുള്ള സമയത്തൊക്കെയാണെങ്കിൽ ആ പാറയുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വീഴുന്നതായിട്ട് കാണാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ കാണുന്ന പാറയുടെ മുകളിൽ നിന്നും വെള്ളം വീഴുന്നത് കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ച കണ്ട് നമ്മൾ തിരിച്ച് ആനക്കുളത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇവരൊക്കെ ആനയെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഒരു വലിയ ജനക്കൂട്ടമുണ്ട്, ഒരാനേ വന്നിട്ടുള്ളൂ. നമ്മൾ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ ഈ ഭാഗത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ ആന വന്നപ്പോൾ അവിടെയൊക്കെ ആൾക്കാരെ ഓടിച്ചു.
ഇപ്പോൾ രണ്ടാമതൊരു ആനയും കൂടി വന്നിട്ടുണ്ട്. ഈ തിരക്കുള്ള സമയത്ത് ആനകൾ വന്നത് കുറവാണ്. സാധാരണ ചില ദിവസങ്ങളിൽ നല്ലോണം ആനകളൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെയാണ് കാട്ടിൽ നിന്ന് ആനകൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലം. ഇപ്പോൾ വേനലായതുകൊണ്ട് ഇവിടെയും വെള്ളം കുറവാണ്. എങ്കിൽ പോലും ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ആന അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് നമ്മൾ വണ്ടിയിട്ട സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. ഇതേപോലത്തെ ഒരു ജീപ്പ് ട്രക്കാണ് ഒരു ദിവസത്തെ ഇവരുടെ ഒരു പാക്കേജിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തരും. ഈ കാണുന്നത് കാപ്പിക്കുരുവാണ് കണ്ടക്കുന്നത്. ഇത് നമ്മൾ വിരിപ്പാറയിൽ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലമാണ്. അവിടെ തേയിലത്തോട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി. അതുകൊണ്ട് രാത്രിയാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പം രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. അങ്ങനെ നമ്മൾ നേര്യമംഗലം ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. അതിനുശേഷം രാത്രി ഒരു 11 മണിയോടെ നമ്മൾ തിരിച്ച് എറണാകുളം എത്തി. അപ്പോൾ എപ്പോഴും പറയണ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നീയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എബിച്ചേട്ടൻ എവിടെയാണ്. എബിച്ചേട്ടനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ മാങ്കുളത്ത് വന്നേക്കണേണ്. ഇപ്പം എല്ലാവർക്കും ഛർദിലും എനിക്കും ഛർദിലും വന്ന് ഞാൻ മിക്സൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇങ്ങനെ കൈ തിരുമ്മിക്കൊണ്ടിരിക്കണത്. അപ്പൊ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. എനിക്ക് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. അപ്പൊ ബാക്കി ആഴ്ചകൾ വഴിയേ.